വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു വേശ്യാസ്ത്രീയെ കണ്ടാൽ അത് വളരെ നല്ലതാണ്. എന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടിയാൽ അത് വളരെ മോശമാണ്. പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് വിളിച്ചാൽ അത് വളരെ മോശമാണ്. ഇങ്ങനെ തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ശകുന പിഴകൾ ഒത്തിരി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാവുന്നല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലത് എന്ന് പറയാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ കണ്ടാൽ അത് നമ്മുടെ മനസ്സിനെ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരിടത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത, നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ ആ സമയത്ത് അവിടെ കയറി വന്നാൽ നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മനസ്സുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ നേരെ മുമ്പോട്ട് കയറി വരികയാണ്. അയാളെ കാണുമ്പോഴേ നമ്മുടെ മാനസികാവസ്ഥ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുക? വളരെ പോസിറ്റീവായിരുന്ന മാനസികാവസ്ഥ വളരെ പെട്ടെന്ന് നെഗറ്റീവായി മാറും. ഈ നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ പുറത്തേക്ക് പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത അപ്പോഴും ഇയാളെ കണ്ടത്, ഇയാളോടുണ്ടായിരുന്ന നമ്മുടെ ദേഷ്യത്തിൻ്റെ, അയാൾക്ക് നമ്മളോട് കാണിച്ചിട്ടുള്ള ഉപദ്രവങ്ങളുടെ ഒക്കെ ചിന്തകളായിരിക്കാം നമുക്ക് അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവുക. നമ്മൾ പ്രവൃത്തി ചെയ്യും, പക്ഷേ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു മോശം ചിന്ത നമ്മളെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ച ഒരു ശകുന പിഴയായിട്ട് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൊണ്ടുകൊണ്ടാണ്. ഒരു പൂച്ച ഇഷ്ടപ്പെടുന്ന ഒരാൾ പുറത്തേക്ക് പോകുന്ന വഴിക്ക് പൂച്ച വന്ന് നമ്മുടെ മുമ്പിൽ വന്നാലോ, പൂച്ച വന്ന് നമ്മുടെ മുകളിൽ കയറിയാലോ നമുക്ക് ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടായിക്കൊള്ളുന്നില്ല.